ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് സംസാരിക്കാം. സർ, ഇവിടെ നമ്മൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് എന്താ? സംസ്ഥാനത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള അഡീഷണൽ DGP അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ദൂതനായി 2023 മെയ് 22-ാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു RSS നേതാവിനോടൊപ്പം, അത് അങ്ങ് പറഞ്ഞ RSS നേതാവൊന്നുമല്ല, കോൺഗ്രസ് നേതാവൊന്നുമല്ല, RSS നേതാവ്, ഞാൻ പറഞ്ഞ നേതാവിനോടൊപ്പം RSSൻ്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദിർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി. ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ്, സെപ്റ്റംബർ 4-ാം തീയതി. എനിക്ക് ഈ വിവരം കിട്ടി 1 മാസം കിട്ടി. ശരിയാണോ എന്ന് 100% പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. സർ, അത് ആദ്യം BJP പ്രസിഡന്റ്, നിങ്ങളുടെ സുഹൃത്ത്, ആദ്യം നിഷേധിച്ചു. സുരേന്ദ്രൻ ഉണ്ടയില്ലാത്ത വെടിയാന്ന് പറഞ്ഞു. RSS നേതാക്കൾ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു, ഹൊസബല എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി 3 കൊല്ലക്കാലം തൃശ്ശൂരിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. CPM നേതാക്കൾ നിഷേധിച്ചു. ചിലർ ചോദിച്ചു, എന്താ അജിത് കുമാർ കണ്ടാൽ എന്താ കുഴപ്പം? ഇപ്പം മറുപടി പറയാൻ നമ്മുടെ പാർലമെന്ററി മന്ത്രി അടക്കം പറഞ്ഞു, എന്താ കുഴപ്പം? അദ്ദേഹം പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ, CPM കാരനല്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ പല കാര്യത്തിലും മറുപടി പറഞ്ഞു, CPM കാരനൊന്നും അല്ലല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞു. സർ, ഞങ്ങളുടെ ചോദ്യം ഇതാണ്. 10 ദിവസത്തിനകം അദ്ദേഹം വേറൊരു സീനിയർ RSS നേതാവിനെ കാണുന്നു, റാം മാധവിനെ കാണുന്നു. എന്തിനാണ് സഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. അതിന്റെ പുറത്ത് UDYFന്റെ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. സംഘർഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു, എന്നാൽ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസിന് നേരെ കല്ലേറ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വീണ്ടും 1-ലേറെ തവണ പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ട്. UDYFന്റെ പ്രതിഷേധം അത് നിയമസഭയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്.